അവസാനം ഗത്യന്തരമില്ലാതെ ഫ്രണ്ട്സ് എന്ന് വിളിച്ചുകൊണ്ട് ഒരു വീഡിയോ നമ്മുടെ പ്രധാനമന്ത്രി സ്വയം റെക്കോർഡ് ചെയ്ത് ടെലിപ്രോംപ്റ്ററില്ലാതെ പറഞ്ഞ് സാമൂഹ്യ മാധ്യമ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ട്സാണ് പോലും ഈ കുട്ടികളെല്ലാം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സാണ്. ബെസ്റ്റ് ഫ്രണ്ടല്ല, ബെസ്റ്റ് ഫ്രണ്ട് അങ്ങ് അമേരിക്കയിലാണ് ഉള്ളത്. ഇവിടെയുള്ളവരെല്ലാം വെറും ഫ്രണ്ട്സ്. ഇന്ത്യക്കാരെല്ലാം ഫ്രണ്ട്സ്. ഇതിനു മുമ്പ് ഭായിയും ബഹനവും എന്നൊക്കെ കിടന്ന് ബഹളമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. അങ്ങനെ അദ്ദേഹം സ്വയം വിരാജിച്ചിരുന്ന വീരവിരാജിത കസേരയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി വസ്തുതകളൊക്കെ കണ്ണു തുറന്നൊന്ന് കാണണം. എന്തൊക്കെയാണ് വസ്തുതകൾ? ചുറ്റുപാടും നോക്കിക്കേ. പത്രങ്ങളെല്ലാം എൻ്റെ പോക്കറ്റിലാണ്. മാധ്യമങ്ങളെല്ലാം എൻ്റെ പോക്കറ്റിലാണ്. ബ്യൂറോക്രാറ്റ്സ് എല്ലാം എൻ്റെ പോക്കറ്റിലാണ്. ഇവർ ഈ എന്താണ് ഇലക്ഷൻ കമ്മീഷൻ എൻ്റെ പോക്കറ്റിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കോടതികളെല്ലാം എൻ്റെ പോക്കറ്റിലാണ്. എല്ലാം പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഞാൻ ചെയ്യുകയായിരുന്നു. നിങ്ങൾ അടിച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാക്കും എന്നൊന്നും അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. എന്തോന്ന് നടപടി എന്ന് പറഞ്ഞാൽ ഉടനെ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ, ഇന്ത്യയിൽ നിന്ന് കുറച്ച് പേരെ പിരിച്ചുവിടൽ, ഇങ്ങനെയൊക്കെ ഞാൻ നടത്തുന്നുണ്ട്. ഏതായാലും നമുക്ക് സബൂറാകാം ഫ്രണ്ട്സ്. യാതൊരു പ്രശ്നവുമില്ല. ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാമെന്ന മട്ടിൽ താഴേക്ക് ഇറങ്ങി വരികയാണ്. അദ്ദേഹം വരട്ടെ, അന്ന് ഈ കുട്ടികളുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കട്ടെ, അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കട്ടെ. എത്ര കുട്ടികൾ മരിച്ചോ അത്രയും കുട്ടികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും തലമുറകളോളം താമസിക്കാനും ജീവിക്കാനുമുള്ള വസ്തുവകൾ കൊടുക്കട്ടെ. എന്നിട്ട് ഇങ്ങേര് പ്രധാന പോക്കറ്റ് ഇട്ടിട്ടില്ല. ധർമ്മേന്ദ്ര പ്രധാൻ വളരെ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ഉയർന്നൊരു വ്യക്തിത്വമാണ് ധർമ്മേന്ദ്ര പ്രധാൻ. ഞാൻ രാജിവെക്കുകയോ? സാധ്യമല്ലെന്നാണ് മോഡി പറയുന്നത്. സാധ്യമല്ല, ഇല്ലെന്ന് നമുക്കറിയാം. ഇന്ത്യ മുഴുവൻ കത്തുകയാണ് മിസ്റ്റർ മോഡി. ഹൈദരാബാദിൽ, ബോംബെയിൽ, കേരളത്തിൽ, അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ജൻസി പുറത്തിറങ്ങിയിരിക്കുകയാണ്. എൻ്റെ നാടായ ചേർത്തലയിൽ പോലും 10-20 വിദ്യാർത്ഥികൾ ജൻസി പാർട്ടി രൂപീകരിച്ച് ടൗണിൽ പ്രകടനം നടത്തി. അവരാരും ഈ അനീതിക്ക് കൂട്ടി നിൽക്കുന്നവരല്ല. അറിയപ്പെടുന്ന മുഴുവൻ കലാകാരന്മാരും നിങ്ങൾക്കെതിരായി ഒരു നിമിഷം കൊണ്ട്. ഇവിടെ നിന്നൊരു പാർട്ടി പുറപ്പെട്ടിരിക്കുകയാണ് കേരളത്തിൽ നിന്ന്. 10-60 പേര് കാണും. അങ്ങനെ പല 60കൾ കൂടുമ്പോഴാണ് അവിടെ ആൾ കൂടുന്നത്. നിങ്ങൾ പാലൂട്ടി താരാട്ടി പണം കൊടുത്ത് വളർത്തിയെടുത്ത ഒരു ഒരു പോലീസ് സംവിധാനമുണ്ടല്ലോ, അവർക്കൊന്നും കണ്ടുപിടിക്കാനാവാത്ത വിധം അത്രയ്ക്ക് പ്ലാൻഡായിട്ടായി കുട്ടികൾ പോകുന്നത്. ഒരു ജൻസി തലമുറയാണ്. അവർക്ക് അത് ചെയ്യാൻ അറിയാം. ഇനി അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിൽക്കൂ. അതല്ലെങ്കിൽ നിങ്ങളുടെ തട്ടിപ്പുകളുണ്ടല്ലോ, അയോധ്യക്കൊള്ള, അങ്ങനെ ഒരുപാട് തട്ടിപ്പുകളില്ലേ. ആ തട്ടിപ്പുകളെല്ലാം ഈ പിള്ളേർ ഓരോന്നോരോന്നായി കീറി പുറത്തു കൊണ്ടുവന്ന് നിങ്ങളെ വിചാരണ ചെയ്യും. ഈ കുട്ടികൾ ഇതിനു മുമ്പ് ടിയാൻമെൻ സ്ക്വയറിൽ നടത്തിയിട്ടുണ്ട്, ശ്രീലങ്കയിൽ നടത്തിയിട്ടുണ്ട്, അതിനു മുമ്പ് ഭൂട്ടാനിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും ജൻസി തലമുറയാണിപ്പോൾ യഥാർത്ഥത്തിൽ അനീതിക്കെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. എനിക്ക് അവരെ തല്ലി ഒതുക്കാൻ പറ്റുകയില്ല. ഇന്ത്യ മുഴുവൻ അവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞു. പിന്നെ കുറേ വായി നോക്കികൾ, പദവിയും സ്ഥാനമാഹവും പണവും മോഹമുള്ളവർ, അവർ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇവിടെയുണ്ട് അങ്ങനെ ചിലർ. അവർ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ജനഹൃദയങ്ങളിൽ യാതൊരു സ്ഥാനവുമില്ല. അവർ വന്ന വഴി ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അവർ വന്നത് എങ്ങനെയാണ് അവർ വന്നതെന്നറിയാം. ഇവിടെ BJPയുടെ പ്രസിഡൻറ്റ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. എന്താ അദ്ദേഹം പറയുന്നത്? ഇതൊന്നൊരു പ്രശ്നമല്ല, നിങ്ങൾ വിദേശ ചാരന്മാരുടെ പിണിയാളുകളായി പ്രവർത്തിക്കുകയാണ്. ഇയാൾക്ക് എന്ത് പറ്റിയെന്നാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത്. എന്തെങ്കിലും ഒരു സമരം ഉണ്ടായ ഉടനെ തന്നെ വിദേശ
ശക്തികൾ വന്ന് ഇവിടെ വന്ന് പിന്നെ കലഹമുണ്ടാക്കുന്നു എന്നുമായിട്ട് പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ ദുർബലമായി വളർത്തിയെടുത്ത് ദേശീയ വികാരത്തെ തട്ടി ഉണർത്തുന്നതിനാണ്. അതൊക്കെ കഴിഞ്ഞു, ആ കാലമെല്ലാം കഴിഞ്ഞു. തീവ്ര ഹൈന്ദവ ഐക്യം കൂട്ടി ഉറപ്പിച്ച് നിങ്ങൾ നേടിയെടുത്ത ആ കാര്യങ്ങളെല്ലാം ഇതോടെ അവസാനിക്കുകയാണ്. ഇനി ഇന്ത്യക്കാരനാകാം, ഇന്ത്യൻ പൗരനാകാം, എല്ലാ ജനങ്ങളുടെ ആളാകാം. ഫ്രണ്ട്സ് എന്ന് വിളിച്ചപ്പോൾ എല്ലാ ജനങ്ങളും ഇല്ലേ? ക്രിസ്ത്യാനിയുണ്ടല്ലോ, മുസ്ലിങ്ങളുണ്ടല്ലോ, വളരെ പ്രായമായവരുണ്ടല്ലോ, പ്രായം കുറഞ്ഞവരുണ്ടല്ലോ. അതെന്താ അങ്ങനെ വിളിച്ചത്? വിളിക്കേണ്ടി വരും, അതാ സംഭവം. അത്രയ്ക്ക് കുഴഞ്ഞ് മറിഞ്ഞ് ചവിട്ടടിയിട്ടിരിക്കുകയാണ്. അവിടെ ഒരു ചീഫ് ജസ്റ്റിസ് ഉണ്ട് കേട്ടോ, നിങ്ങൾ ഒഴിവാക്കി വിട്ടില്ലേ? എവിടെ നിന്ന്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി വിട്ട ചീഫ് ജസ്റ്റിസ് ഉണ്ടല്ലോ, അയാളതിൽ കൃതജ്ഞനാണ്. അദ്ദേഹത്തിന് ഒട്ടും സമയമില്ല ജൻസി തലമുറയുടെ പേരുകൾ പ്രശ്നങ്ങൾ പഠിക്കാൻ. അദ്ദേഹവും മനം മാറി. അതറിഞ്ഞോ? അറിയണം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് മാറി അവസാനം വെറുക്കപ്പെട്ടൊരു സാധനമായി മോദി നിങ്ങൾ മാറും. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ സബൂറാക്കുക, അതാണ് ഏറ്റവും നല്ലത്.